CPI ജില്ലാ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി എസ് രാജേന്ദ്രനൊപ്പം ബിജെപിയിൽ ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം GN ഗുരുനാഥൻ ജില്ലയിലെ മുതിർന്ന നേതാക്കളെയെല്ലാം സലീംകുമാർ ഇല്ലാതാക്കുന്നു. KK ശിവരാമനെയും മാത്യു വർഗീസിനെയും പ്രിൻസ് മാത്യുവിനെയും ഒതുക്കി തന്നെയും പുറത്താക്കാൻ നീക്കം നടത്തി. പെരിമേട് MLA വാഴൂർ സോമന് ഹൃദയാഘാതമുണ്ടായത് സലീംകുമാറിന്റെ ടോർച്ചർ മൂലമെന്നും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്നും അതിനാലാണ് ബിജെപിയിൽ പോയതെന്നും GN ഗുരുനാഥൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസമായിരുന്നു ദേവികുളം മുൻ MLA ആയിരുന്ന എസ് രാജേന്ദ്രനൊപ്പം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായിരുന്ന GN ഗുരുനാഥൻ BJP അംഗത്വം സ്വീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ CPI ജില്ലാ സെക്രട്ടറിക്കും സംസ്ഥാന കമ്മിറ്റി അംഗമായ MY ഔസേപ്പിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച് ഗുരുനാഥൻ രംഗത്ത് വന്നിരിക്കുന്നത്. K സലീംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം മുതിർന്ന നേതാക്കളെയെല്ലാം പുറത്താക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. മാത്യു വർഗീസിനെ പുറത്താക്കുന്നതിനെ എതിർത്തവരെയെല്ലാം സലീംകുമാർ കൈകാര്യം ചെയ്തതായും ഗുരുനാഥൻ പറഞ്ഞു. സലീം അതുമാത്രമല്ല തനിപ്പെട്ട മുறையில் സലീം സീനിയർ നേതാക്കളെ അവഗണിക്കുക. മാത്യു വർഗീസ് അവിടെ നിന്ന് പറഞ്ഞത് അത് പുറത്താക്കാൻ പാടില്ല, സസ്പെൻഡ് മാത്രമേ ചെയ്യണം. കാരണം എന്നാൽ അവർ ഒരു പരാതിക്ക് കൊടുക്കാൻ കൂടെ പോയിട്ടുണ്ട്, ഒരേ ആരോപണം മാത്രമേ ഉള്ളൂ. അതിന് അത്ര വലിയ ശിക്ഷ കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് ഞാൻ ശിവറാം സഖാവ്, രായക്കാട് പ്രിൻസ് മാത്യു, മുത്തുപ്പാണ്ടി, ബാലസ്വാമി ഈ 5 പേർ അത് എതിർത്തു. ഈ 5 പേരെയും ഇപ്പോൾ ഇവന്മാർ കസാബ് ചെയ്തു. ഒന്ന് വാഴൂർ സ്വാമി മരിക്കും വരെ അവർക്കെതിരായിട്ട് എപ്പോഴും പരാതിയാണ്. അവർ മരിച്ച പിന്നീട് ഇവർ അടങ്ങി. സലീംകുമാർ ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷം ഓരോരുത്തരായി പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു. ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ സലീം വന്നപ്പോഴേ ഈ പാർട്ടിയിൽ നിന്ന് ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുക. ഓരോരുത്തരായിട്ട് DC മെമ്പർമാർ, AITC ജില്ലാ കമ്മിറ്റിയിലും സ്റ്റേറ്റ് ലെവലിലും സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി വരെ ഇരുന്നവർ എല്ലാവരും ഓരോരുത്തരും കൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. പരാതി കഴിഞ്ഞ മാസം 30-ാം തീയതി ഞാൻ പിണറായി വിശ്വത്തിനും അതേപോലെ ഈ ജില്ലാ ചാർജുള്ള സഹാവ് TJ ആഞ്ചലസും കൊടുത്തു. അതിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമെന്ന് ഞാൻ നോക്കി. ഒരു പരിഹാരമോ ഉണ്ടായില്ല. അവർ ഫോണിൽ വിളിച്ച് പറയും, നമ്മൾ പോയി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരുന്നതാണ്. അവർ ഒരു അവസരം കൊടുത്തില്ല. CPIയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ ഇനിയും BJPയിലേക്ക് എത്തുമെന്നും അത് ആരൊക്കെയെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും വരുന്ന 8-ാം തീയതി മൂന്നാറിൽ നടക്കുന്ന BJP പൊതുയോഗത്തിൽ വെച്ച് അത് ബോധ്യപ്പെടുത്തുമെന്നും ഗുരുനാഥൻ വ്യക്തമാക്കി. രാജീവ് ചന്ദ്രജിയും മറ്റ് തമിഴ്നാട്ടിലുള്ള അവിടെ BJP നേതാവും അവിടെ നയനാർ നായന്ദ്രനും ഇവിടെ വരുക. അപ്പോൾ 8-ാം തീയതി ഞങ്ങൾ മൂന്നാറിൽ പൊതു സമ്മേളനവും പ്രകടനം വെച്ചിട്ടുണ്ട്. അന്ന് അറിയാം ഞങ്ങളുടെ കൂടെ വരുന്ന ആൾക്കാരെ കുറിച്ച്. അന്ന് വരെ ഇപ്പം ഞാൻ പറയണ്ട, ഇപ്പം പറഞ്ഞാൽ അവർ അത് പോയി തടയണം. അത് ഇപ്പം പറയണ്ട, അത് സസ്പെൻസ് ആയിരിക്കട്ടെ. നിങ്ങൾക്ക് ഇനി എന്ത് ഒരു 10-15 ദിവസമല്ലേ, അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ഞങ്ങളുടെ കൂടെ 100 കണക്കിലുണ്ട്. ஆனால் அது எத்தனைன்னு இப்போ ഞാൻ പറയില്ല. யாராரு എൻ്റെ കൂടെ വരുന്നുണ്ട് ഇപ്പം ഞാൻ പറയില്ല. അത് സസ്പെൻസ് ആയിക്കോട്ടെ. അതേസമയം GN ഗുരുനാഥൻ BJPയിലേക്ക് പോയതിനെ സംബന്ധിച്ചും മറ്റ് പ്രവർത്തകർ BJPയിലേക്ക് പോകുമെന്ന ഗുരുനാഥന്റെ പ്രതികരണത്തിലും CPI ജില്ലാ നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.